എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ വില്ലേജ് മുഴുവൻ ഒരുപാട് മോൺസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബിഗ് ത്രീയിലെ നമ്മുടെ ചുന്ദരി പെണ്ണ് അവള് ചാടി വീണ് ഇപ്പൊ ഒരു മോൺസ്റ്ററിനെ തല്ലി തകർക്കും. അടുത്തതായിട്ട് പ്രോഫിയും നമ്മുടെ ഡോറ പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് ഡൈനോസറിനെ പോലുള്ള മറ്റൊരു മോൺസ്റ്ററിനെ ഇപ്പൊ കീഴ്പ്പെടുത്തും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ ചുണക്കുട്ടി പെണ്ണുങ്ങള് അവരവിടെ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സിനെ മുഴുവൻ അടിച്ചിടിച്ച് ഇപ്പൊ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇവളാണ് ടോപ്പ് 10 സൂപ്പർ ഹീറോസില് ടോപ്പ് 9. ഇവളുടെ അണ്ടറിലാണ് നമ്മുടെ 3 പെൺകുട്ടികളും ഇപ്പൊ ട്രെയിനിങ് എടുക്കുന്നത്. അപ്പൊ മാസ്റ്റർ ചേച്ചി ഇപ്പൊ നമ്മുടെ പെൺപിള്ളേരോട് പറയും, നമ്മൾ നൈറ്റയുടെ ഏജൻസിയുമായിട്ട് ചേർന്ന് ആ ഒരു കൊറ്റി വില്ലൻ അവനെ കുറിച്ച് ചില ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇപ്പൊ അത്യാവശ്യമായിട്ട് നടത്താൻ പോവാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഡോറ പെണ്ണിന് അവൾക്ക് ഒരുപാട് സന്തോഷമാവും. കാരണം നമ്മുടെ ഹീറോ നൈറ്റയുടെ ഗ്രൂപ്പിലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കൊറ്റി വില്ലനെ കാണിക്കും. അവനെ കാണാനായിട്ട് ഡോമർ വില്ലൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അവൻ പറയും, ആക്ച്വലി എനിക്കറിയാം ലീഗ് ഓഫ് വില്ലൻസില് എന്റെ അണ്ടറില് നീ ഒരിക്കലും ഇരിക്കില്ല എന്ന്. പക്ഷെ എനിക്ക് എന്ത് വില കൊടുത്തും ലീഗ് ഓഫ് വില്ലൻസ് അത് വലിയൊരു ടീമാക്കി മാറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് ഉറപ്പായിട്ടും എനിക്ക് നിന്റെ സഹായം അത് ആവശ്യമാണ്. അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ലീഗ് ഓഫ് വില്ലൻസിൽ ഒരു പാർട്ട്ണറായിട്ട് എന്നോടൊപ്പം ചേരാം. ഡോമർ വില്ലൻ ഉടനെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഇപ്പൊ എന്തോ പുറത്തെടുക്കും. അത് കണ്ട ഉടൻ ഇപ്പൊ കൊറ്റിയുടെ സബോർഡിനേറ്റ്സ് ഒരുപാട് ഗണ്ണെടുത്ത് അവനെ പോയിന്റ് ചെയ്യും. അതിനവൻ പറയും, റിലാക്സ്, ഞാൻ ഒന്നും ചെയ്യാനല്ല. നീ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ഇഞ്ചക്ഷൻ ആണിത്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇതെന്താണെന്നും ഇതിന്റെ യൂസ് അതെങ്ങനെയാണെന്നും എനിക്ക് പറഞ്ഞു തരോ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ചോപ്പൻ തലയൻ അമഞ്ചിക്ക് മറ്റൊരു ഉണ്ടപ്പൻ അവര് 3 പേരും ചേർന്ന് ഇപ്പൊ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോപ്പന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സൂപ്പർ ഹീറോ ആവുക എന്നത്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഇവിടം വരെ എത്തിയത്. ഈ അമച്ചിക്ക് പയ്യനാണെങ്കിൽ അവന് വലിയ സൗണ്ട് കേൾക്കുന്നത് പോലും ഭയങ്കര പേടിയാണ്. അപ്പൊ അതിന് നമ്മുടെ ചോപ്പൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ കൂടെ ഞാനില്ലേ. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ആരോ നിലവിളിച്ച് കരയുന്ന ശബ്ദം അവർ കേൾക്കും. കള്ളൻ കള്ളൻ പിടിക്കേ എന്നൊക്കെ പറഞ്ഞ് ആരോ ബഹളം വെക്കും. അത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഉണ്ടപ്പന് മനസ്സിലാവും ഏതോ കള്ളന്മാര് എന്തോ അടിച്ചു മാറ്റി ഇപ്പൊ സിറ്റിയിലൂടെ ഓടി പോകുന്നുണ്ടെന്ന്. അവൻ ചാടി വീണ് ആ കള്ളന്മാരെ മുഴുവനും അവന്റെ കയ്യില് തൂത്തുവാരി എടുക്കും. പക്ഷെ അതിലൊരു വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ച് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകും. പക്ഷെ കറക്റ്റ് ടൈമില് അമഞ്ചിക്ക് പയ്യൻ അവന്റെ കൈ ടെൻഡിക്കിൾസിന്റേത് പോലാക്കി അവനെ ചുരുട്ടി പിടിച്ച് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. ആക്ച്വലി ഇതാണ് അവന്റെ സൂപ്പർ പവർ. അവൻ എന്ത് കഴിക്കുന്നോ ആ കഴിക്കുന്ന വസ്തുവിന്റെ അതേ പവർ അവന് കിട്ടും. അവൻ ഇന്ന് കഴിച്ചത് ടെൻഡിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് അവനിപ്പോ ടെൻഡിക്കിൾസിന്റെ പവർ കിട്ടിയത്. കരീഷ്മയാണെങ്കില് വല്ലാണ്ട് ഇംപ്രസ്ഡ് ആവും. അവൻ പറയും, വാവ്, നിന്റെ പവർ അത് ശരിക്കും സൂപ്പറാണ്. പക്ഷെ അവന് മാത്രം അതൊന്നും ഇഷ്ടാവില്ല. അവൻ മാത്രം ഇപ്പൊ തലകുനിച്ച് മുൻപോട്ട് നടന്നു പോകും. അപ്പൊ ഒരുപാട് ജനങ്ങള് ഇപ്പൊ അമഞ്ചിക്കയുടെ ചുറ്റും കൂടി വാവ്, അവന്റെ പവർ അത് സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. അപ്പൊ അതേ സമയം ഏതോ ഒരുത്തൻ ഒരു ഗണ്ണെടുത്ത് ഇപ്പൊ അമഞ്ചിക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഉണ്ടപ്പം കയറി അവന്റെ ഫ്രണ്ടിൽ നിൽക്കും. അവന്റെ ബോഡിയിൽ തറച്ച ആ ഒരു ബുള്ളറ്റ് അതെടുത്ത് നോക്കും. ആ ഡോമർ വില്ലൻ കാണിച്ച അതേ ബുള്ളറ്റ് ആണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഡോമർ വില്ലനെ കാണിക്കും. അവൻ ചോദിക്കും, ഈ ഒരു ബുള്ളറ്റ് സൂചി അത് ആക്ച്വലി മറ്റുള്ളവരുടെ പവർ അത് അബ്സോർബ് ചെയ്യുന്ന ഒരു ബുള്ളറ്റ് ആണ്. ആക്ച്വലി ഇത് വെച്ച് നീ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? അതിനാ കൊറ്റി പറയും, ആക്ച്വലി ഈ കൊറ്റി വില്ലന് ഈ ഒരു ബുള്ളറ്റ് അതുണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ തന്നെ ആ ഒരു ആൽഫ 1 വില്ലനാണ്. കാരണം അവന്റെ പവർ അത് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനും അവരുടെ പവർ അബ്സോർബ് ചെയ്യാനും കഴിയും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ബുള്ളറ്റ് ഉണ്ടാക്കി മറ്റുള്ളവരുടെ പവർ അത് കുറെ നേരത്തേക്ക് ഫ്രീസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും കഴിവുള്ള ഈ ഒരു ബുള്ളറ്റ് അവൻ ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല അവൻ ലോകം മുഴുവൻ ഇതിപ്പോ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ അവൻ വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തവണ ചോപ്പൻ തലയൻ അവൻ മുൻപിൽ കയറി നിൽക്കും. ബുള്ളറ്റ് തെറിച്ചു വന്ന് ചോപ്പന്റെ ബോഡിയിൽ കൊണ്ട് അങ്ങനെ തെറിച്ചു പോവും. വില്ലനാണെങ്കില് അതുകൊണ്ട് പേടിച്ചോടാൻ തുടങ്ങും. പക്ഷെ ചോപ്പൻ അവൻ വിട്ടുകൊടുക്കാതെ ഇപ്പൊ അവന്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കും. അമഞ്ചിക്ക് വീണ്ടും അവന്റെ ഓക്ടോപസ് കൈയെടുത്ത് അവനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുക, ഒരു ബുള്ളറ്റ് അവന്റെ ബോഡിയിൽ കൊണ്ടു കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ചോപ്പൻ അവൻ ഓടി ഓടി ഇപ്പൊ വില്ലനെ മടക്കി ലോക്ക് ചെയ്യും. ചോപ്പൻ അവനെ അടിച്ചു തെറിപ്പിച്ച് ഇപ്പൊ അവനോട് ചോദിക്കും, നീ ആരാ, എന്തിനാണ് ഷൂട്ട് ചെയ്തേ? ഇത് കേട്ടാ വില്ലൻ അവനിപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങും. ചോപ്പൻ ഷോക്കായിട്ട്, എന്തു പറ്റി, എന്തിനാ നീ കരയണേ? അതിനവൻ പറയും, എന്റെ ബ്രദറ്
അവനിപ്പോ വലിയ അപകടത്തിലാണ്, എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോ ഇപ്പൊ ചോപ്പന് അവൻ ഒരുപാട് വിഷമാവും. അതിനാണോ നീ ബുള്ളറ്റ് എടുത്ത് ഞങ്ങളെ ഷൂട്ട് ചെയ്തേ? ഞങ്ങളാരും നിന്റെ ബ്രദറിനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ മറ്റൊരു സിറിഞ്ചെടുത്ത് അവന്റെ തന്നെ കഴുത്തിൽ കുത്തും. ഓ എന്ന് അലറിക്കാറി അവനിപ്പോ അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലേഡ് ഇത് പുറത്തേക്കെടുത്ത് ഇപ്പൊ നമ്മുടെ ചോപ്പനെ അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. കട്ട് ചെയ്താ ഇവിടെ അമ്മച്ചിക്ക് അവൻ ആ വില്ലന്മാരെ എല്ലാവരെയും പിടിച്ച് ഇപ്പൊ പോലീസിനെ ഏൽപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചോപ്പൻ തലേനെ കാണിക്കും. അവനാകെ ലോക്ക്ഡ് ആയിട്ട് ഇപ്പൊ പേടിച്ച് നിൽക്കാണ്. ആക്ച്വലി വില്ലൻ അവന്റെ പവർ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ് അവന്റെ ബോഡിയിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ അവന്റെ ബ്ലേഡ് പവർ അത് ഡബിൾ ആയി മാറി. അതുപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ചോപ്പനെ അവൻ അങ്ങനെ ലോക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ചോപ്പൻ അവൻ ചുറ്റും നോക്കും. അവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. അവൻ അവരോട് നിലവിളിച്ച് പറയും, മാറിക്കോ, ഇവന്റെ ബ്ലേഡ് അത് ഭയങ്കര പവർഫുൾ ആണ്, അത് കൊണ്ടാ പിന്നെ നിങ്ങള് ജീവനോട് കൂടെ ഉണ്ടാവില്ല. പക്ഷെ ആ വില്ലൻ അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ അവന്റെ ബ്ലേഡിനെ എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു ബ്ലേഡ് എടുത്ത് ഇപ്പൊ ചോപ്പനെ അറഞ്ചം പറഞ്ചം വെട്ടും. ചോര തുളുമ്പി ഒരുപാട് വേദനയില് നമ്മുടെ ചോപ്പൻ അവനിപ്പോ കരയാണ്. അത് കണ്ട് ആ വില്ലൻ അവനിപ്പോ പൊട്ടിച്ചിരിക്കും. അപ്പൊ ആ വില്ലൻ അവൻ പറയും, എനിക്ക് നിന്നെ കൊല്ലണം, മാത്രമല്ല എന്റെ സഹോദരങ്ങളെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് എനിക്ക് കൂടുതൽ പവർഫുൾ ആക്കണം. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആള് ഫ്രീസ് ആവും. അവന്റെ സഹോദരങ്ങളായിട്ട് കരുതുന്നത് അത് മറ്റാരെയല്ല, അവന്റെ ബ്ലേഡുകളെയാണ്. അപ്പം നമ്മുടെ ചോപ്പൻ അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ചപ്രത്തലേൻ അവനോട് പറയും, നിനക്ക് ഒരുപാട് പവർ ഉണ്ട്, പക്ഷേ നീ അത് കറക്റ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല. നീ കൂടുതൽ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ പവർ അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവും. അതിന്റെ പീക്ക് ലെവലും നിനക്ക് കാണാൻ കഴിയും. കട്ട് ചെയ്താ നമ്മുടെ ചോപ്പൻ അവനിപ്പോ ഫുൾ ഫോമില് അവന്റെ പവർ എടുത്ത് ഇപ്പൊ വില്ലനെ നേരിടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. വില്ലൻ അവന്റെ ബ്ലേഡ് അത് ഫുൾ ഫോഴ്സില് ഇപ്പൊ നമ്മുടെ ചെക്കന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അതേ സമയം ചോപ്പൻ അവനിപ്പോ അവന്റെ പവർ ഡബിൾ ആക്കി അവന്റെ ബോഡി തന്നെ ഇപ്പൊ ഒരു കരിങ്കല്ലാക്കി മാറ്റും. വില്ലൻ ഓടി വന്ന് അവന്റെ ബ്ലേഡ് ഉപയോഗിച്ച് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് വില്ലന്റെ ബ്ലേഡ് മുഴുവൻ തകർന്ന് തരിപ്പണമായി. അവനിപ്പോ അലറിക്കാറും. പക്ഷെ നമ്മുടെ ചെക്കന് ഒരു പോറൽ പോലും ഏക്കില്ല. പക്ഷെ എന്താ, അവനവന്റെ ഫുൾ പവർ എടുത്തതുകൊണ്ട് തന്നെ മാക്സിമം 10 മിനിറ്റ് മാത്രമേ ആ ഒരു ഫുൾ പവറില് അവനെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ചോപ്പൻ അവന് മനസ്സിലാവും, ഇനി എന്റെ മുൻപില് അധിക സമയമില്ല, എന്റെ പവർ നഷ്ടാവുന്നതിന് മുൻപ് അവനെ അടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞ് അവൻ ഫുൾ ഫോഴ്സില് കൈ ചുരുട്ടി ഓടി വന്ന് അവന്റെ നെഞ്ചത്ത് തന്നെ ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് അവന്റെ സർവ്വ ബ്ലേഡും തകർന്ന് അവൻ കറങ്ങി അടിച്ചു വീഴും. പിന്നെ അവൻ അനക്കമുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ചോപ്പൻ കരീഷ്മ അവൻ വീണ്ടും വില്ലന്റെ അടുത്തേക്ക് വന്ന് അവനെ തട്ടി ഉണർത്തും. അപ്പൊ അവൻ അവന്റെ നോർമൽ സ്റ്റേജിലേക്ക് വരും. അവൻ കരഞ്ഞ് കാല് പിടിച്ച് കെഞ്ചും, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ശരിക്കും ഞാൻ എന്റെ പവർ അത് ഫുൾ ഫോഴ്സിൽ കൊണ്ടുവരാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് ദയവ് തോന്നി എന്നോട് ക്ഷമിക്കണം. അത് കേട്ട് വീണ്ടും ഇപ്പൊ ചോപ്പൻ സാഡാവും. ആ ഗ്യാപ്പില് അവൻ ബ്ലേഡ് വെച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഉണ്ടപ്പൻ അവന്റെ വയറ് വെച്ച് അവനെ മടക്കി ലോക്ക് ചെയ്യും. അപ്പൊ ഒരുപാട് ജനങ്ങള് ഇപ്പൊ ചോപ്പന്റെ അടുത്തേക്ക് വരും. അവര് പറയും, നീ കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ എല്ലാവരും ഇപ്പൊ നിന്റെ ബിഗ് ഫാൻസ് ആണ്. അത് കേൾക്കുമ്പോ നമ്മുടെ ചെക്കന് ഒരുപാട് ഹാപ്പി ആവും. ഇപ്പം നമ്മുടെ ചോപ്പന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ചെറുപ്പം മുതലേ അവനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ എല്ലാവരും ചേർന്ന് കളിയാക്കി എപ്പോഴും ബുള്ളിങ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചെക്കനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ചോപ്പൻ കരീഷ്മ അവൻ ആ സിറിഞ്ചിനെ കുറിച്ച് ഇപ്പൊ ഉണ്ടപ്പനോട് പറയും. ആക്ച്വലി ആ സിറിഞ്ച് അതുപയോഗിച്ച നമ്മുടെ പവർ അത് ഡബിൾ ആക്കാൻ കഴിയും. അതിനുണ്ടപ്പം പറയും, ആ ഒരു സിറിഞ്ച് അത് ആക്ച്വലി ബാൻ ചെയ്തതാണ്, അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഇഞ്ചക്ഷന്റെ ചില പാർട്സ് ഒക്കെ ഇപ്പൊ അവര് കളക്ട് ചെയ്യും. അപ്പൊ അമൻജിക്ക് അവനിപ്പോ നമ്മുടെ കരീഷ്മയോട് താങ്ക്സ് പറയും. താങ്ക് യു, നീ കാരണമാണ് എന്റെ ലൈഫ് അതിപ്പോ സേഫ് ആയത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ US സ്കൂൾ കാണിക്കും. ഇവിടെ നമ്മുടെ ചെക്കൻ അവനിപ്പോ ക്ലാസ്സില് ഉറക്കം തൂങ്ങി വീഴാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കരീഷ്മ ചെക്കന്റെയും ടോറയുടെയും പ്രോഫി പെണ്ണിന്റെ ഒക്കെ ന്യൂസ് അവരിപ്പോ ഫോണിൽ കാണാം. ചപ്രത്തലേനാണെങ്കില് അത് തീരെ ഇഷ്ടാവില്ല. അവന് കലി കയറി അങ്ങനെ നിൽക്കും. പക്ഷെ നമ്മുടെ ഹീറോ അവൻ മാത്രം ഇപ്പോഴും ആ ഒരു ചിന്ന പെണ്ണിനെ മാത്രം
അവളെ മാത്രം ഓർത്ത് അങ്ങനെ ഇരിക്കും. ഉറപ്പായിട്ടും അവൾ വലിയൊരു അപകടത്തിലാണ്. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പോളി.